ആ ഇപ്പൊ ശരി, ഇപ്പഴാ കറക്റ്റ് ആയേ. നമ്മുടെ കഴിഞ്ഞു. അങ്ങനെ റെഡി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നല്ല ഇഷ്ടായില്ലേ? ബാക്ക് നമുക്ക് പോയിട്ട് വരാല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നമ്മുടെ ബ്രൈഡ് അഞ്ജലി കുറച്ച് നേരത്തെ എത്തിയാണ്. എന്തായാലും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ആട്ടാ വന്നേ. നമുക്ക് റിസപ്ഷൻ ഉണ്ട്, അപ്പം അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ, എന്നെ കാണാല്ലേ. കണ്ണു തുറന്നു ജസ്റ്റ്. അവിടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫേസ് കേട്ടോ, എങ്ങനെയുണ്ട് ഫേസ്? കൊള്ളാം. ഇനി എല്ലാം കഴിയട്ടെ, ലാസ്റ്റ് പറയാം അല്ലേ. സാരി എടുക്കാം നമുക്ക്. ലാസ്റ്റ് ഒന്നും കൂടി മൂന്നാഴ്ച അങ്ങനെ നമ്മുടെ ഫേസും ഓർണമെന്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല മാലകളാട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇനി ഹെയറും കൂടി ഉണ്ട്. ഹെയർ കേട്ടാലേ വായോ പോവാ. കണ്ണടച്ച് ഇനി ഫ്ലവറും കൂടി വെക്കാണ്ട്. അരളിയാണ്, അരളി നല്ല ഭയങ്കര സാരിക്ക് മാച്ച്. കഴിഞ്ഞ അസിസ്റ്റന്റ് ആയിരുന്നു, പാവംകുട്ടി ക്യാമറമാൻ ആയിരുന്നു. നമ്മുടെ കഴിഞ്ഞു. അയ്യോ, ഈർച്ചയും വെച്ചില്ലേ? ഈർച്ചയും വെക്കട്ടെ. അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റിസപ്ഷനും ഉണ്ട് കേട്ടോ. ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യണേ. നമ്മുടെ ബ്രൈഡ് റെഡി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ? ഇനി റിസപ്ഷന് കാണാം അല്ലേ. ഇനി സെക്കൻഡ് ലുക്ക് ഉണ്ട്, റിസപ്ഷൻ. അപ്പം നെക്സ്റ്റ് വർക്ക് ഗുരുവായൂരായിരുന്നു. അത് ഞാനും കാച്ചിയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് അമൃത എന്നാണ്. കുറച്ച് വീഡിയോ ഉള്ളു, അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അമൃതയുടെ ഫസ്റ്റ് ലുക്ക് സെറ്റുമുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അടുത്തതിന് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് വരും. ചുറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അമ്പതയുടെ സെക്കൻഡ് ലുക്കാണ്. ഇത് അച്ഛനമ്മയാണ്. അച്ഛനമ്മയ്ക്ക് ഭയങ്കര കമ്പനി ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബ്രഹ്മപുത്രയിലായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രഷ് ജ്യൂസും കട്ട്ലറ്റൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് മാക്സിലാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളുടെ കുട്ടിയുടുപ്പ് കണ്ടപ്പം അത് വാങ്ങിച്ചായിരുന്നു. സാദ്യം വെള്ളിനെ സാധനങ്ങൾ ഞങ്ങൾ മാച്ച് മേടിച്ചു. ശ്വേതയ്ക്ക് ഹൊക്കോബയുടെ ഒരു ടോപ്പ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വണ്ണം കണ്ട് തയ്ക്കേണ്ട ഒരു തുണി മേടിച്ച് തയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം ഞങ്ങൾ കുഞ്ഞുകൾക്കും എനിക്കൊക്കെ മേടിച്ചു. എല്ലാം ഒരു വെച്ചിട്ടിട്ട് വീഡിയോ കിടാട്ടാ. പട്ട സമയമില്ല. ചെന്നിട്ടാണ് അടുത്ത റിസപ്ഷൻ വർക്ക്. ഒട്ടും സമയമില്ല. വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്തിട്ട് റിസപ്ഷൻ മേക്കപ്പിന് പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് അവിടെ പോയതാ ജസ്റ്റ് ഇച്ചുമേനെയും കുഞ്ഞുമാളിനെയും കണ്ട് ശ്വേതനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ റിസപ്ഷൻ മേക്കപ്പിന് പോകാൻ. രാവിലെ അഞ്ജലിയുടെ വെഡിങ് ഉണ്ടായിരുന്നല്ലോ, ആള് റിസപ്ഷൻ മേക്കപ്പാണ് കേട്ടോ. നമ്മളിതാ സ്കിൻ പ്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും റിസപ്ഷന് നമ്മൾ വീണ്ടും വൈപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ മീതക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കേക്കായി പോകും. അപ്പോൾ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ശ്വേത വീട്ടിൽ വന്ന് അപ്പോൾ തന്നെ അമലും വന്നു. അവൾ പോയിട്ട് അമലിൻ്റെ വീട്ടിൽ, കാരണം പിറ്റേ ദിവസം പുലർച്ചെ അമൽ ഒമാനിൽ പോവാണ്. അപ്പോൾ അതിന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹെയർ സ്റ്റൈലാണെങ്കിലും രാവിലെ സൈഡ് എടുത്തതുകൊണ്ട് നമ്മൾ റിസപ്ഷന് ഫുൾ ബാക്കാണ് കൊടുത്തത്. ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അവർ റെഡി ആയിട്ട് മാല ഇപ്പം ഇട്ടിട്ടില്ല, കാരണം അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം. മറ്റേ മാല അത്രയും സ്യൂട്ടായ പോലെ തോന്നിയില്ലായിരുന്നു. ഞങ്ങള് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങി എണീറ്റ് ഫ്രഷായി. ഇതേ ഞങ്ങള് ക്ഷേത്ര അവിടേക്ക് പോവാണ്. ഞാനുണ്ട്, ഇത്തുമ്മിണ്ട്, ഗാച്ചിക്കുച്ചിണ്ട്, പിന്നെ അവിടെ അമ്മയുണ്ട്, പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ജോൺലിയാണ്. വിളിച്ചോടണേ. അപ്പൊ ഇന്ന് അമല് പോവാണ്. ഇന്നല്ല, നാളെ പുലർച്ചെ അമല് പോവാണ്. അപ്പൊ അവനെ എയർപോർട്ടിലാക്കിയിട്ട് വേണം നമുക്ക് വരാൻ. അപ്പം അവിടുത്തെ വിശേഷങ്ങള് നടത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞി പാക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് പെട്ടിയിൽ കേൾക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഒമാനിലുള്ള കല്യാണത്തിൽ എന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പാക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇതാ നേരം വെളുത്തിട്ട് അവൻ റെഡിയായി പോകാൻ ഇറങ്ങുകയാണ്. നമുക്ക് എപ്പോഴും വിഷമമാണ് ഒരാൾ അല്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ്. ഞാൻ പിന്നെ ഒരു 8-9 കൊല്ലമായി ഇത് നമുക്ക് അറിയാം ഇതിനെ പറ്റിയിട്ട്. എപ്പോഴും ശ്വേതയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ അമ്മയും ശ്വേതയും ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര വിഷമമാണ്. ഞാനും മോശമൊന്നുമല്ല, എന്തായാലും ഞാൻ കുറച്ചൊക്കെ പിടിച്ചേക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. എനിക്കും കുറച്ച് സങ്കടമൊക്കെ ആയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, ജോലിക്ക് വേണ്ടി പോകണതല്ലേ. അങ്ങനെ വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളോടൊന്ന് 2 വണ്ടിയിലാട്ടോ അവനെ കൊണ്ടാക്കാം. പൂജിഷ്ണ, ഗാച്ചി, ഞാൻ, ഇച്ചുമ്മ, ഫ്രണ്ട് ഒരു വണ്ടിയിലായിരുന്നു. ചേട്ടൻ, ചേച്ചി, പിള്ളേർ, പിന്നെ ദിൽഷാദും ഉണ്ടായിരുന്നു. അങ്ങനെ 2 വണ്ടിയിലാണ് കേട്ടോ അവനെ കൊണ്ടാക്കാൻ പോയത്. ഏതല്ലൂടു കുഞ്ഞിമാളിനോട് എടുക്ക. കുഞ്ഞിമാള് ഉറങ്ങായിരുന്നു, 2 പേരും ഉറങ്ങായിരുന്നു. കൊള്ളാന്നൊക്കെ എയർപോർട്ട് നല്ലതാണ്. പോണ്ട, നമുക്ക് പോയിട്ട് വരാല്ലേ. സുഖല്ലേ? എവിടെ സെറ്റ് കിച്ചു? അതെ,
ഓ ഇവര് മാച്ചാണല്ലോ ഉറക്കം നോക്ക്. കൊച്ചുങ്ങളൊക്കെ ഉറക്കത്തിന്ന് വിളിച്ചോണേ ഞങ്ങള്. ഇല്ലേ ആ ഇപ്പൊ ശരി. ഇപ്പഴാ കറക്റ്റ് ആയേ. ശ്വേത കരയാണ്ട് പിടിച്ചിരിക്കായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ പറഞ്ഞ് ശ്വേതനെ ചെറുതായിട്ട് കരയിച്ചു. അടുത്താണ് ദില്ലുവന്ന്. ദില്ലു പ്ലീസ് സുഖല്ലേ ശത്? നല്ലതല്ലേ? ചേട്ടൻ പോകുമ്പോഴേ കരയാറ്. ഇപ്പൊ സ്വന്തം ചേട്ടൻ പോകുമ്പോ കരയാറായി. ഗാച്ചിന്റെ ബാഗൊക്കെ ഇട്ടിട്ട് ദിൽമോന്റെ ആ കുഞ്ഞുമോളൊക്കെ കയറിയില്ലേ? ഇത്തുമ്മിക്ക് നാണം. നമ്മൾ അധികം അവിടെ ചുറ്റിപ്പറ്റി നിന്നില്ല കേട്ടോ. ഫ്ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഗ്യാലറിയിലൊക്കെ അവർ പോയി നിന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വർക്ക് വരുന്നുണ്ടായിരുന്നു, ഒരു ലൈറ്റ് മേക്കപ്പ്. അതായത് ഞങ്ങൾ അധികം ചുറ്റാണ്ട് വേഗം തന്നെ പോന്നു. കാരണം ശ്വേതയുടെ വീട്ടിൽ അമ്മയുണ്ട്. അമ്മേനെ എടുത്തിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വരാനായിട്ട്. നേരം വെളുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സൂര്യനൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ പോകുന്നു. അങ്ങനെ ശ്വേതയുടെ വീട്ടിലെത്തി. അപ്പോഴേക്കും അമ്മ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുക. കാരണം നെക്സ്റ്റ് ഡേ തൊട്ട് ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ണീരാണോ നീ എറിഞ്ഞു കളഞ്ഞേ? കുഞ്ഞുമാലു പോണ്ടേ? ഞങ്ങളെല്ലാം പെട്ടിയും പാണ്ടങ്ങളായിട്ട് പോവാന്നൊക്കെ. ഞങ്ങൾ ഉണങ്ങിയ ടോവിനോ അച്ഛൻ, ഞങ്ങൾ ടോവിനോ ചേട്ടൻ ആണോ? നമ്മുടെ സബ്സ്ക്രൈബറാണ് കീർത്തന. കീർത്തനയുടെ വെഡ്ഡിങ് റിസപ്ഷൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഡേറ്റ് മാറ്റി. അപ്പൊ നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട്. അതെ, 2 കൊല്ലം മുന്നേ വന്നതാണ് കേട്ടോ. ഇതിപ്പോ ഞങ്ങളിതേ അമലിനെ കൊണ്ടാക്കി നേരെ ഇവിടെ എത്തിയപ്പോ കറക്റ്റ് കീർത്തന ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തുടങ്ങട്ടെ. കീർത്തനയുടെ ആരുടെ എൻഗേജ്മെൻ്റ്? അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു മേക്ക് ഓവർ ഉണ്ട്. ഞങ്ങൾ തുടങ്ങട്ടെ കേട്ടോ. ഞങ്ങളുടെ കഴിഞ്ഞ ഫേസ് വേറെ പോലെ തോന്നുന്നുണ്ട്. ഞാൻ വേറെ പോലെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ചുമ്മാ അലമ്പ്. എന്താണ് അലമ്പ്? കുഞ്ഞുമാള് താഴെ കേട്ടോ. കുഞ്ഞുമാള് ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ജിസ്ന ഹെയർ സെറ്റ് ചെയ്യുക. ഞങ്ങൾ ഇങ്ങനെ മെസ്സി ബ്രൈഡ് ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യണം കേട്ടോ. അതാണ് വിചാരിച്ചേക്കണേ. എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഹെയർ സ്റ്റൈൽ ചെയ്യണം. നേരം ഞാൻ വരാട്ടാ. അങ്ങനെ റെഡി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നല്ല ഇഷ്ടമായില്ലേ? ബാക്ക് കാണിച്ചെന്ന്. ആ ഇത് തന്നെയാ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ടാറ്റാ. ഞങ്ങളങ്ങനെ അമലിനെ കൊണ്ടുവന്നാക്കി. വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്കിന് പോവാണ്. ഓർക്കക്ഷണല്ലേ? അമലെത്തി. അവൻ ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എത്തി പറഞ്ഞിട്ട് ചെയ്ത്. ഓ അങ്ങനെ അവൻ പോയി. അവനവിടെ എത്തി. ഞങ്ങളുടെ ഓർക്കക്ഷണ നാളെ ഒരു ദിവസം മാത്രമേ ഗ്യാപ്പുള്ളൂ. അതിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റിസപ്ഷൻ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ
ഞങ്ങളപ്പോൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാഹിച്ചിട്ട് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഓൺലൈനിൽ വിട്ടൊരു സ്പ്രൈറ്റ് എന്തെങ്കിലും മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ദാഹിക്കുന്നേ ഭയങ്കര ചൂട്. വെള്ളം കുടിച്ചിനി പതുക്കെ പോട്ടേട്ടാ. വെള്ളം മാത്രം ഉദ്ദേശിച്ചേ, പക്ഷെ ജോളിൽ ഞങ്ങൾക്ക് കേക്ക് സോൻപാപ്പടി പറിച്ച അവനെന്നിട്ട് അവൻ്റെ സാധനം മേടിച്ചിട്ടുണ്ട്. ചെറി ഇവന്ന് കൊച്ചുകൂടാവാ. ചെറി എനിക്ക് വേണം ചെറി. ബ്രൈഡ് അവര് വന്നിട്ടില്ല, അപ്പൊ ഞങ്ങള് വെള്ളം ഞാൻ പറഞ്ഞു. അപ്പൊ വെയിറ്റ് ചെയ്യാം. അമ്മലെത്തി പറഞ്ഞില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കോളൊന്നും കണക്ട് ആവില്ലല്ലോ. സമാധാനമായിട്ടാണ് അവനെ വിളിക്കാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ബ്രൈഡ് വന്നിട്ടില്ല. അവർ വന്നിട്ട് അവർ വന്നിട്ട് നമ്മൾ വീട്ടിൽ കയറാന്ന് വിചാരിച്ചിട്ട് അത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ അടുത്ത ബ്രൈഡ് ജിസ്ന. മോർണിംഗ് നമ്മളല്ലായിരുന്നു, നമുക്ക് റിസപ്ഷൻ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്ത് ലെൻസൊക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രീ ഹെയർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഫ്രീ ഹെയർ ആണ് കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. വർക്ക് കഴിഞ്ഞ് വന്നു, വീണ്ടും ഞങ്ങൾ പോവാണ്. എവിടേക്ക്? എന്റെ മുകളിലിട്ടോടെ മോറ് കുളിപ്പിച്ചിരിക്കണ്ടല്ലോ, എത്ര ദേഷ്യം. ഞങ്ങള് ജോൺലിയുടെ വീട്ടിലേക്ക് പോവാ. ഈസ്റ്റർ അല്ലേ? ഞാൻ ശരി മാച്ച് അവരെ വിളിച്ചത് എതിരാണ്. ഞങ്ങൾ പറഞ്ഞട്ടെ. അപ്പം ഈസ്റ്റർ ആയതുകൊണ്ട് ജോണിൽ നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ, അമ്മ, ശ്വേത, ഇച്ചുമ്മ, കുഞ്ഞുമാവള് ഞങ്ങളെല്ലാവരും കൂടെ ഡിന്നർ അവൻ്റെ വീട്ടിൽ നിന്നാക്കി. അവൻ്റെ അമ്മ അസാധ്യ കുക്കാണ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അമ്മച്ചി വയ്ക്കുന്ന എന്ത് ഫുഡാണെങ്കിലും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. കള്ളപ്പം, വട്ടയപ്പം അത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞ് അത് പിന്നെ ചോറ്, കപ്പ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നൈറ്റ് അവിടെ കൂടിയിട്ടാണ് കേട്ടോ വന്നത്. അവിടെ അമ്മ ജോൺലിയുടെ ബ്രദർ ഉണ്ടായിരുന്നു, അമ്മാമ്മ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അതിൻ്റെ ഉള്ളിൽ ജോൺലി ഐസ്ക്രീമൊക്കെ മേടിച്ച് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മച്ചിയൊന്ന് ഓരോ വിശേഷങ്ങൾ ചോദിക്കാം. പിന്നെ അവിടെ നിന്ന് ചക്ക വറുത്തതും കുറച്ച് തന്നു വിട്ടായിരുന്നു. ജോൺലിയുടെ ചേച്ചി എൻ്റെ ഒപ്പാണ് പഠിച്ചത്, ഫാൻഡ്ര. അപ്പോൾ ഫാൻഡ്രയുടെ വെഡിങ് ഒക്കെ നമ്മളായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴത്തേനും മിച്ചുമ്മയും കുഞ്ഞുമാളും ഒക്കെ നല്ല ഉറക്കമായി. അവൻ തന്നെയാണ് ഞങ്ങൾ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തതൊക്കെ. കണ്ണും കൂടെ തുറന്നിട്ടില്ല. ജോൺലി താങ്ക് യു, നല്ല ഫുഡ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷത്തെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ടാറ്റാ.